ഇപ്പൊ ഹാരിയും ടീമും കൂടെ അവസാനമായിട്ട് അങ്ങനെ ഒന്നേർന്ന്. ഇതേ സമയം ഇവനാരും ഡേറ്റിന് പോയേക്കുന്ന സെക്രട്ടറി ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് നീ ആരാടാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനും അവന്റെ ബോസിന് പകരം സോറി പറയാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞ് അവന് വേറെ പെങ്കൊച്ചിനെ ഇഷ്ടമെന്ന് പറയും. ഇത് കേട്ട് അവളാണ് ഷോക്കാകും. അതിനേശം അടുത്ത ദിവസം രാവിലെ ടീമോനെ ഹാരിക്ക് ഫോൺ വിളിച്ചിട്ട് ഇവൾ ഇന്നലെ നല്ലോണം ഉറങ്ങിയോന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും നല്ലോണം ഉറങ്ങി ഇവൻ ഉറങ്ങിയോന്ന് ചോദിക്കുമ്പോൾ അവനാണ് ഇവളെ മിസ് ചെയ്തോണ്ട് അവൻ ഉറക്കം വന്നില്ലെന്ന് പറയും. ഇത് കേട്ട് അവളും മത്തിൽ കാണിച്ച് ഇവൻ എന്തോ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഡയലോഗ് ഇറക്കുന്നതെന്ന് പറഞ്ഞ് അവൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവനാണ് വർക്കിന് മുമ്പ് നമുക്കൊരു ഡേറ്റിന് പോകാന്ന് പറഞ്ഞ് ഇവളുടെ വീട്ടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോഴാണ് അവളിപ്പോ എഴുന്നേറ്റേ ഉള്ളു, ഇനി ഒരുങ്ങിയൊക്കെ വരാൻ ലേറ്റ് ആവെന്ന് പറയുമ്പോൾ അവൻ എത്ര സമയം എടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇവളെ പെട്ടെന്ന് കാണാന് അവന്റെ ആഗ്രഹം പറയും. അങ്ങനെ ഫോൺ വെച്ചിട്ട് ഇവളും പെട്ടെന്നും വരണം, പക്ഷെ സമയം എടുക്കാൻ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവള് പെട്ടെന്ന് തന്നെ അവനെ കാണാൻ തീരുമാനിക്കും. അങ്ങനെ അതിനുശേഷം അവൻ അവളെയും വിളിച്ചോണ്ട് ഒരു ഫേമസ് ആയ റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോൾ ഇവളാണ് ഈ സമയത്തേക്ക് ഇത് ഓപ്പൺ ആയിരിക്കും എന്ന് പറഞ്ഞ് അവിടെ ചെന്നിരിക്കും. അപ്പോഴാണ് അവനും ഇവന്റെ ഫ്രണ്ടിന്റെ കടയായതുകൊണ്ട് അവൻ ഇവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞ് അവൻ ഇന്നൊരു ബിസിനസ് ട്രിപ്പ് പോകുന്നുണ്ട്, ഇവൾക്ക് വേണ്ടി ഇപ്പൊ ഫുഡ് ഉണ്ടാക്കി തരാന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവളും ഇവനാണ് ഫുഡ് ഉണ്ടാക്കാമെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് അവന്റെ ഐഡിയ എന്ന് പറഞ്ഞ് അതിപ്പോ ആ ഫുഡിന്റെ മാസ്റ്റർ തന്നെ ഉണ്ടാക്കാമോ എന്ന് പറഞ്ഞ് ഇവൾക്ക് വേണ്ടി അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അതിനുശേഷം അവൾ അത് കഴിച്ചോക്കിന് മുമ്പേ തന്നെ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുമ്പോൾ അറിയാതെ ഇവളുടെ കയ്യിൽ നിന്ന് സ്പൂണാണ് തറയിലേക്ക് വീഴും. അങ്ങനെ അവൻ അടുത്തേക്കൊന്ന് അത് എടുത്തുകൊടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഇവൾ ഒരു സൈഡ് ചെരുപ്പും അപ്പുറത്ത് ഷൂ ഇട്ടേക്കുന്ന കാര്യം ഇവൻ അറിയാൻ വരും. അങ്ങനെ അതുകൊണ്ട് അവനും ചെറിയ ചിരി വന്നിട്ട് ഇവനെ കാണാനുള്ള ആക്രാന്തത്തിൽ ഇവളെങ്ങനെ ചെരുപ്പ് മാറ്റിയാണ് ഇട്ടോണ്ടെന്നേക്കുന്നതെന്ന് പറഞ്ഞ് അവന് സന്തോഷത്തിലൊക്കെ സംസാരിക്കുമ്പോൾ അവളാണ് നാണക്കേട് വന്നിട്ട് ഇതിപ്പോഴും ഞാൻ കാണുന്ന ഷടാ ഇത്ര സമയം ഇതിട്ടോണ്ടാണ് ഇരുന്നത് എന്നിന് അവളിങ്ങനെ പറയുമ്പോ തന്നെ അവനും ഇവളുടെ കമ്മലിനെ കുറിച്ച് പറയുമ്പം അവള് പേടിച്ച് അത് മാറിയിട്ടേക്കാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അല്ല അത് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നിന് ഇവനും പറയുമ്പം ഇവളാണ് ചുമ്മാ കളിയാക്കലെന്ന് പറഞ്ഞ് അവന് മിണ്ടായിരിക്കാൻ പറയും. അങ്ങനെ സാധാരണ നെർവസ് ആകത്തില്ല, പക്ഷെ ഇന്ന് കുറെ നെർവസ് ആകാന്ന് പറഞ്ഞ് ഇവളെ കാണാൻ ഒരു മണ്ടിയായിട്ട് തോന്നുന്നില്ലേ എന്ന് പറയുമ്പം അവനാണ് അങ്ങനെയൊന്നും പറയല്ലേ, കാരണം ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ച് എന്റെ ഹാർട്ട് ബീറ്റ് വർദ്ധിപ്പിച്ച് അത്രയ്ക്കും ക്യൂട്ടല്ലേ നീ എന്ന് ഇവൻ പറയുമ്പോ തന്നെ അവൾക്ക് മൊത്തത്തിൽ നാണം വന്ന് ഫേസ് അങ്ങ് മറയ്ക്കും. അതിനേശം ഇവന് കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ഹാരിയാണ് കമ്പനി വെച്ച് ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞ് രണ്ടുപേർക്ക് ഓരോ വഴിക്ക് പോകാന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിടാന്ന് പറയുമ്പം ഇവൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവൾ ഒറ്റയ്ക്ക് ബസ്സിൽ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവന്റെ ഫേസ് കിസ് ചെയ്തിട്ട് അവിടെ നിന്നും പോകും. അതിനേശം ഹാരി കമ്പനിയിലേക്ക് വരുമ്പം ഇവളുടെ ടീം ലീഡറും മറ്റങ്ങേരും കൂടാണ് ഒരേ ഷാമ്പു യൂസ് ചെയ്തേക്കോന്ന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവരാണ് ചെറിയ ടെൻഷനി ആഹാ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു നീ ഇടുവാണോ, എങ്കിൽ പിന്നെ ആ ഷാമ്പു ഒന്ന് മാറ്റണമല്ലോ എന്നിന് അവര് പറയുമ്പം ഹാരിയാണ് ഒരേ ഷാമ്പു അല്ലേ അതിനെന്തിനാ ഇത്ര ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. കാരണം ഇവർ രണ്ടുപേരും കൂടെ സീക്രട്ട് ആയിട്ട് ഡേറ്റ് ചെയ്യാണ്, പക്ഷെ ആ കാര്യം ഹാരിക്ക് മറ്റവൾക്ക് അറിയത്തില്ല. ഇതേസമയം സെക്രട്ടറി ആണ് ഇന്നലെ ഹാരിയുടെ കൂടെ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് ടൈമിനോട് ചോദിക്കുമ്പം അവനാണ് ഇത് കേട്ടിട്ട് അതെന്തിന് ഞാൻ നിന്നോട് പറയണം, നീ കുറെ സത്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നില്ലേ, അതുകൊണ്ട് ഞാനും പറയത്തില്ല. പിന്നെ പോകുന്ന മുമ്പ് എനിക്ക് ഗേൾസിന്റെ ഒരു ഹീൽസ് വാങ്ങിച്ചോണ്ട് സൈസ് ഞാൻ മെസ്സേജ് ഇട്ടേക്കാം എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് സെക്രട്ടറിയും പെട്ടെന്ന് ഗേൾസിന്റെ ഹീൽസ് എന്തിനാ ഇവനും ചോദിക്കും. അങ്ങനെ അത് ആർക്കാൻ ചോദിക്കുമ്പോൾ തന്നെ ടൈമും അവന്റെ ഗേൾഫ്രണ്ടാന്ന് പറഞ്ഞ് ഹാരി ഇവന്റെ ഗേൾഫ്രണ്ട് ആയ കാര്യം അവനെ പറയിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹാരിക്കാണ് അവനയച്ച ഹീൽസ് ബോയ് ഫ്രണ്ട് അടുത്ത് നിന്ന് വന്നെന്നറിഞ്ഞ് ഡെലിവറി മാൻ പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതോടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടെ ഇവൾക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ സെറ്റ് ആയെന്ന് പറഞ്ഞ് എല്ലാവരും അടുത്ത സെക്കൻഡ് ഇവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അത് ആരെന്ന് പറഞ്ഞ് തിരക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളാണ് പേടിച്ചിട്ട് ഇവരോട് എന്തോ അറിയണമെന്ന് അറിയാതെ ഇവളുടെ കൂട്ടുകാരി യങ്സ് ചുമ്മാ തമാശയ്ക്ക് ബോയ് ഫ്രണ്ട് ആയിട്ട് പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ് ഇത് അവൾ അയച്ചെന്ന് ചെരുപ്പായിരിക്കും എന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവരൊക്കെ വിശ്വസിച്ചിട്ട് ആ പറഞ്ഞ പോലെ നിന്റെ ഫ്രണ്ട് ഭയങ്കര റിച്ച് ആണല്ലേ, അവളായിരിക്കും നിനക്ക് വാങ്ങിച്ചെന്ന് എന്നിന് അവരൊക്കെ വിശ്വസിച്ചു പോകുമ്പോൾ അവൾക്ക് അപ്പോഴാണ് സമാധാനം വരുന്നത്. ഇതേ സമയം ഇവിടെ ടൈമോ മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഹാരിയായിട്ട് അടുത്ത് എവിടെയൊക്കെ കറങ്ങണം എന്ന് പറഞ്ഞ് അവൻ ടാബിനകത്ത് എഴുതി വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കണ്ട് ആ മീറ്റിംഗ് ഉള്ളവരൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ എന്ന് ചോദിക്കുമ്പോൾ അടുത്തിന് സെക്രട്ടറി ആണ് ഇവൻ എന്തോ പണി കാണിക്കുന്നതെന്ന് കണ്ടിട്ട് അവന് ചെറിയ ടെൻഷനാകും. അതേപോലെ തന്നെ ഇവിടെ ഹാരിയും സാധാരണ ജോലി ചെയ്യുമ്പോൾ സ്ലിപ്പറാണ് അവൾ ഇടുന്നത്, പക്ഷെ ഇപ്പൊ അവൻ വാങ്ങിച്ചെന്ന് ഹീൽസ് ഇട്ടേക്കുന്നുണ്ട്. അവരൊക്കെ ഇവളെന്തിനാ ഈ ചെരുപ്പ് ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളും ചുമ്മാ ഇട്ടേക്കോന്ന് പറഞ്ഞ് ആ വാങ്ങിച്ചൊരു സന്തോഷത്തിൽ ഇട്ടോണ്ടിരിക്കും. അപ്പോഴാണ് ടൈം നേരിട്ട് അവിടേക്ക് വന്നിട്ട് ആര്യോട് ഒരു കാര്യം സംസാരിക്കണമെന്ന് പറയുമ്പം ഇത് കേട്ട് അവളാണ് ടെൻഷനായിട്ട് എന്നോടെന്തോ സാറിന് സംസാരിക്കാനുള്ള എന്നിന് അവളിങ്ങനെ പതി അടുത്തേക്ക് വരുമ്പം അവനാണ് ആ ചെരുപ്പ് കണ്ട് സന്തോഷത്തിരിക്കും. അതിനേശം അവനും ഇവള് പരസ്യമൊക്കെ ചെയ്ത് കുറെ ബിസി ആയതുകൊണ്ട് ഇവളുടെ വർക്കിംഗ് ടൈമൊക്കെ മാറ്റി വെച്ചേക്കോന്ന് പറഞ്ഞ് അവനിങ്ങനെ ടാബ് ഓപ്പൺ ചെയ്യുമ്പം ഇവളായിട്ട് ഡേറ്റ് ചെയ്യുന്ന ആ ലിസ്റ്റ് കണ്ടിട്ട് അവളാണ് പേടിച്ച് അപ്പത്തിന് അതും തട്ടിക്കളയും. ഇത് കണ്ട് എല്ലാവരും കൂടെ ഷോക്കായിരിക്കുമ്പം സെക്രട്ടറി ആണെങ്കിൽ പെട്ടെന്ന് അതും എടുത്ത് കൈ വെക്കും. അങ്ങനെ അതോടെ അവളുടെ ടീം ലീഡറും ബോസിനോട് എന്തിനാട് ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദ്യം ചെയ്യുമ്പം അവളാണ് ഒരു ഈച്ച പറഞ്ഞു എന്ന് പറയും. അങ്ങനെ അവരൊക്കെ രാവിലെ അല്ലേ സാനിറ്റൈസ് ചെയ്തെന്ന് പറഞ്ഞ് വിശ്വസിക്കാതിരിക്കുമ്പം സെക്രട്ടറിയും ഒരു ഈച്ച പറഞ്ഞോന്ന് അവനും കണ്ടായിരുന്നു പറഞ്ഞ് ഇവരെയൊക്കെ പറ്റിച്ചിട്ട് അവൻ ടീമിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന പെങ്കൊച്ചാണ് നമ്മുടെ ഹാരിയെ നോക്കി എന്തിനാ ബോസ് ഇങ്ങനെ
ചിരിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്, എന്തോ ഒരു സംശയം തോന്നുന്നുണ്ടല്ലേ. എന്നിന് ഇവര് മൂന്നുപേരും കൂടെ അവളൊരു നോട്ടം നോക്കുമ്പം അവളുടെ ജീവൻ മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പോഴാണ് മറ്റേ അങ്ങേരും പിന്നെ ഇവളെ നോക്കി ചിരിക്കാതെ എന്ത് ചെയ്യും, ഇവള് പരസ്യത്തിനകത്ത് കമ്പനിയുടെ സോസിനെ കുറിച്ച് പൊക്കി പറഞ്ഞില്ലേ, അതിന്റെ സന്തോഷത്തിലായിരിക്കും. എന്നിന് ഇവരൊക്കെ റീസൺ കണ്ടുപിടിച്ചുടനെ അവൾ അത് തന്നെയാന്ന് അറിഞ്ഞിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ടീമും അവന്റെ സെക്രട്ടറി ആയിട്ട് ബിസിനസ് ട്രിപ്പിനാവും. അങ്ങനെ ആ സമയത്ത് അവൻ ഇപ്പൊ ഹാരി ജോലി നിറയും കാണത്തില്ലെന്ന് അറിഞ്ഞ് അവളെ ഫോൺ വിളിച്ച് നോക്കുമ്പം കറക്റ്റ് അതേസമയം അവള് ഇവളുടെ കൂടെ ജോലി ചെയ്യുന്നവരായിട്ട് പുറത്ത് കഴിക്കാൻ വേണ്ടി നിൽക്കുക. അതുകൊണ്ട് ഇവന്റെ ഫോൺ കോൾ കണ്ട് പേടിച്ച് അവൾ ഓരോ സ്ഥലത്ത് പതുങ്ങി സംസാരിക്കാൻ നോക്കുമ്പം ഇവളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ അവിടെ കാണും. അങ്ങനെ അതുകൊണ്ട് അവള് പേടിച്ച് പുറത്തേക്ക് ചെന്ന് സമാധാനത്തിൽ ഇവിടെ നിന്നെങ്കിലും സംസാരിക്കാൻ പറഞ്ഞ് അവൾ ഫോൺ എടുക്കാൻ പോകുമ്പോഴാണ് അടുത്ത് മറ്റേ അങ്ങേരെ കണ്ട് ഇവളാണ് പേടിച്ച് ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ അതുകൊണ്ട് ഫോൺ എടുക്കാൻ ദേഷ്യത്തിൽ ടൈമും ഒരു ഫോൺ എടുക്കാൻ ഇത്രയും പാടുന്തോന്ന് പറഞ്ഞ് അവൻ അവളോട് സംസാരിക്കാൻ ഇങ്ങനെ മുട്ടിയിരിക്കും. ഇതേ സമയം അവന്റെ അപ്പൂപ്പനും ആ ഡേറ്റിന് ഇഷ്ടപ്പെട്ടില്ല, വേറെ ഡേറ്റ് ഒപ്പിക്കാന്ന് പറയുമ്പം അവനാണ് വെറുത്തുപോയിട്ട് ഹാരിയെ കുറിച്ചുള്ള കാര്യം അവന്റെ അപ്പൂപ്പനോട് പറയട്ടെ സെക്രട്ടറിയോട് ചോദിക്കും. ഇത് കേട്ട് അവനും അങ്ങനെയാണ് ഗിംഹിയെ കുറിച്ചുള്ള സത്യം പറയേണ്ടി വരും പറഞ്ഞ് അത് ഇവൻ ഓക്കെ ആണെന്ന് ചോദിക്കും. അങ്ങനെ ആ ഒരു നിമിഷം യങ്സയുടെ കസിൻ സെക്രട്ടറിക്ക് മെസ്സേജ് അയച്ച് എന്തുകൊണ്ട് എന്റെ മെസ്സേജിന് റിപ്ലൈ ഇടാത്തെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ ഫ്ലർട്ട് ചെയ്തോണ്ടിരിക്കും. കാരണം അന്ന് ടൈമോന് പകരം ഇവൻ ഡേറ്റിന് പോയപ്പോ അവൾക്കാണ് ഇവനൊത്തിരി ഇഷ്ടപ്പെട്ട് ഇവനെ പ്രപ്പോസ് ചെയ്തതാണ്. പക്ഷെ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെ ഡീസന്റ് ആയിട്ട് റിജക്ട് ചെയ്തപ്പോഴും അവൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൾ എന്തായാലും പറയുന്ന സെറ്റാക്കാൻ നോക്കും. ഇവൻ ഇഷ്ടപ്പെടുവാണ് ഇവളെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അത് കേട്ടിട്ട് അവനും അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അവൾ അവോയ്ഡ് ചെയ്തിട്ടാണെന്ന്. പക്ഷെ ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ട് ഇവൻ ഇവിടെ ടെൻഷൻ ഇരിക്കുക. അങ്ങനെ ആ സമയം യങ്സെ ഫോൺ വിളിച്ച് അവിടെ വെച്ച് നല്ലോണം ഫുഡ് കഴിക്കാൻ പറഞ്ഞ് ഇവന്റെ കൂടെ സ്നേഹത്തിൽ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പം അവളുടെ തൊട്ടടുത്ത് തന്നെ അവളുടെ കസിനും മറ്റവനായിട്ട് ചാറ്റ് ചെയ്തിട്ട് അവിടേക്ക് വന്ന് നിൽക്കും. അപ്പോഴാണ് അവനാണ് ഇവളുടെ കസിനോട് ബിസിനസ് ട്രിപ്പിന് പോയേക്കുക, അതുകൊണ്ട് ഇവന് മെസ്സേജ് ശല്യപ്പെടുത്തണ്ടെന്ന് അവൾക്ക് റിപ്ലൈ ഇട്ടാണ്. അങ്ങനെ അത് കണ്ട് അവളിങ്ങനെ സന്തോഷിത്തിരിക്കുമ്പം യങ്സയാണ് ഇത് കണ്ടിട്ട് ഇവളെന്തോ ഇന്ന് ഇത്ര സന്തോഷിത്തിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് കസിനും നിന്റെ ഫേസിൽ ആ ഒരു സന്തോഷം കാണുന്നുണ്ടല്ലോ, അതാദ്യം പറഞ്ഞി എന്ന് ഇവൾ ചോദിക്കുമ്പം യങ്സയും അവൾക്കൊരു ബോയ് ഫ്രണ്ട് സെറ്റായി പറയും. ഇത് കേട്ട് അടുത്ത സെക്കൻഡ് കസിനും ആണോ എങ്കിൽ പിന്നെ മീ ടു എന്ന് അവളാക്കിയിട്ട് അവിടെ നോക്കുമ്പം ഇവളുടെ അമ്മയാണ് ഇതെല്ലാം കേട്ടിട്ട് അപ്പോ ടൈമുമായിട്ടെല്ലാം സെറ്റായെന്നാ തോന്നുന്നത് എന്ന് ഇവരങ്ങ് തെറ്റിയിരിക്കും. അങ്ങനെ അതുകൊണ്ട് അടുത്ത സെക്കൻഡ് ടൈമുന്റെ അപ്പൂപ്പനെ കണ്ട് ഈ കാര്യമൊക്കെ പറയും. അങ്ങനെ അത് കേട്ട് അങ്ങേരാണ് ഷോക്കായി, ടൈമു നിങ്ങളുടെ മകളിനെ ഡേറ്റ് ചെയ്യുന്നോ, പക്ഷെ അവനോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നിന് അങ്ങേര് ചോദിക്കുമ്പോ തന്നെ ഇവരാണ് അവർ രണ്ടുപേരും സീക്രട്ട് ആയിട്ട് ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇത് ന്യൂസുകാർ അറിയുന്ന മുമ്പേ ഇവർ രണ്ടുപേരും കൂടെ അവരെ കല്യാണം കഴിപ്പിക്കാന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ എല്ലാം തെറ്റിരിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ഹാരിക്കും മിൻവയ്ക്കും ഒരുമിച്ചൊരു ഇന്റർവ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇവര് കണ്ടുമുട്ടുമ്പോ അവനാണ് അന്നത്തെ ദിവസം നടന്നതിന് ഇവളോട് ഇപ്പൊ സോറി പറയും. അതേപോലെ അവളും കുറച്ച് ഓവറായിട്ട് പോയെന്ന് പറഞ്ഞ് പരസ്പരം സോറി പറഞ്ഞ് ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർക്കും. എന്നിട്ട് അവനും ഇവളുടെ ബോസായിട്ടുള്ള ആ കാര്യത്തിൽ എന്തോ തീരുമാനം എടുത്തെന്ന് ചോദിക്കുമ്പം ഇവളും കുറച്ച് സന്തോഷത്തി അവന്റെ കൂടെ ഇവളിപ്പോ ഡേറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ രണ്ടുപേരും ഒരേ സ്റ്റാറ്റസ് അല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഇവൾക്ക് തോന്നുമെന്ന് പറയുമ്പം അത് കേട്ട് അവനും ചെറുതായിട്ട് അപ്സെറ്റ് ആകും. എന്നിട്ട് ഇവർ ഇന്റർവ്യൂ എടുക്കുന്ന ലേഡിയും ഷിൻഹാരിയോട് അവൾ ആ സോസിനെ കുറിച്ച് പറഞ്ഞ് കമ്പനിയുടെ സെയിൽസ് ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവൾക്ക് ബോസിന്റെ അടുത്ത് നല്ല ബോണസ് കിട്ടിയാൻ ചോദിക്കും. അപ്പോഴാണ് അവളും അങ്ങനെയൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞ് അവരോട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കറക്റ്റ് അതേസമയം ടൈം അവിടേക്ക് വന്നിട്ട് അവൾക്ക് ബോണസ് ഒക്കെ അവൻ തരും എന്ന് പറയും. അങ്ങനെ അവൻ ബിസിനസ് ട്രിപ്പിൽ നിന്ന് ഇപ്പോഴാണ് നാട്ടിലേക്ക് വന്ന്. അതുകൊണ്ട് തന്നെ അവനും ഇപ്പൊ ഹാരിയോട് ഇന്ന് രാത്രി ഇവള് ഫ്രീ ആണ് അവന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ഇത് കേട്ട ആ റിപ്പോർട്ടറും ഒരു ബോസ് ഒരു എംപ്ലോയി ഡിന്നറിന് വിളിക്കുന്നു, ഇവിടെ എന്തോ സംഭവിക്കുന്നത് എന്ന് അവർ ചോദ്യം ചെയ്യുമ്പം ഇവനാണ് അവസാനം കമ്പനിന്ന് ഒരു സ്പോർട്സ് ഈവന്റ് നടന്നായിരുന്നു, അത് മിസ് ഷിൻഹാരിയെ വിജയിച്ചെന്ന് പറഞ്ഞ് അതിന്റെ പ്രൈസ് ആയിട്ട് അവ ഡിന്നറിന് വിളിക്കുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇന്ന് ഇവള് ഫ്രീ ആണെന്ന് ചോദിക്കുമ്പം അവളും കുറച്ച് സന്തോഷത്തി അവൾ ഇന്ന് തന്നെ വരാന്ന് പറയും. എന്നിട്ട് ഈ കാര്യം അറിഞ്ഞ് ഇവളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പുറകെ വന്നിട്ട് എപ്പോഴാണ് നീ ബോസിനെ കാണാൻ വന്നേ, എവിടെ വെച്ചാ എന്നിന് അവരൊക്കെ എക്സൈറ്റ്മെന്റ് ഓരോ ചോദ്യം ചോദിക്കുമ്പം ഇവളാണ് എന്തറിയണെന്നറിയാതെ അവൾക്ക് തന്നെ അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ അവരൊക്കെ ചോദ്യം ചെയ്യുന്ന അതേ സമയമാണ് ഇവരുടെ കൺമുമ്പി ടൈമോ നിൽക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ പേടിച്ച് സ്തംഭിച്ചിരിക്കുമ്പം ഇവനാണ് ലിഫ്റ്റിൽ കയറുവാണ് അകത്തേക്ക് കയറി വരാൻ പറയും. പക്ഷെ ആകെ ഹാരി മാത്രം അവിടെ കയറത്തുള്ളൂ. അതുകൊണ്ട് അവള് പേടിച്ച് ഇവരൊന്നും കയറുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ തന്നെ ലിഫ്റ്റ് ആൻഡ് ക്ലോസ് ആകും. ഇതേ സമയം ഇവിടെ സെക്രട്ടറിയും അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന കാര്യം അറിഞ്ഞ് യങ്സിയാണ് ഫോൺ വിളിച്ച് ഇന്ന് രാത്രി ഇവന് വേണ്ടി ഡിന്നർ ഉണ്ടാക്കി തരാൻ പറയും. അങ്ങനെ ആ സന്തോഷത്തിൽ അവന് വീട്ടിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ അവളുടെ കസിനാണ് അവിടെ ഇരുന്നുകൊണ്ട് വീട്ടിൽ വരാൻ ഇത്ര സമയമായ മോനെ പറഞ്ഞ് അവൾ ചിരിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവനാണ് പേടിച്ചിട്ട് അയ്യോ നീ എന്ത് ഇവിടെ ചെയ്യുന്ന എന്നിന് അവനും ഇവളെ കണ്ട് മൊത്തത്തിൽ ഷോക്കായി അവളെ പിടിച്ച് മാറ്റിവിടാനൊക്കെ നോക്കും. പക്ഷെ ഇവളാണ് ഇവിടെ മൊത്തത്തിൽ കുടിച്ച് ഫിറ്റായി കിടക്കുക. അതുകൊണ്ട് അവനും എനിക്ക് ഒട്ടും താല്പര്യമില്ല നിന്നെ, ഞാൻ പറഞ്ഞല്ലേ എന്ന് ഇവൻ പറഞ്ഞുവിടാൻ നോക്കുമ്പം അവൾ അത്ര സിമ്പിൾ ആയിട്ട് ഇവൻ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് പ്ലീസ് അക്സെപ്റ്റ് മൈ ഫീലിംഗ് എന്ന് പറഞ്ഞ് ഇവള് പകുതി ഇംഗ്ലീഷിലൊക്കെ പറയുമ്പം അവനാണ് ഇവളിത് എന്തോ കാണിക്കാന്ന് പറഞ്ഞ് അവൾ ഛർദ്ദിക്കാൻ പോകുന്നുണ്ട് ഇവന്റെ വാഷ്റൂമിലേക്ക് വിളിച്ചോണ്ട് പോകും. അങ്ങനെ ആ സമയത്താണ് യങ്സെ വീട്ടിലേക്ക് വരുന്നത്. അതോടെ ഇവനും പേടിച്ചിട്ട് ഇവള് വീട്ടിലുള്ള സമയം നോക്കി തന്നെ അവളും വന്നല്ല എന്നിട്ട് അവൻ പതിയെ ഇങ്ങനെ ഡോർ തുറന്ന് അകത്ത് ഇവന്റെ ബോസ് ഉള്ളതുണ്ട് ഇവളെ പോയിട്ട് പിന്നെ വരാൻ പറയും. അങ്ങനെ
അതോടെ അവളാണ് ദേഷ്യത്തി, നിന്റെ ബോസിന് ചുമ്മാ ഇരിക്കാൻ വയ്യ, അവൻ എപ്പം നോക്കിയാലും നമുക്കവിടെ ശല്യമായിട്ട് വരുവാണല്ലേ. എന്തിനൊന്നും ചെയ്യാത്ത പാവത്തിന് ഇവിടെ നിന്ന് വഴക്കേട്ടോണ്ടിരിക്കും. പക്ഷെ അതേസമയം അവനാണ് ഇവിടെ ഹാരിയായിട്ട് പുറത്ത് ഡിന്നറിന് നിൽക്കുക. അപ്പോഴാണ് അവൻ ആ സ്ഥലം കണ്ടിട്ട് ഇവൾക്ക് ഇവിടെ തന്നെ ഫുഡ് കഴിക്കണം എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ തന്നെ കഴിക്കണം എന്നറിഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് ഒരു ചെറിയ കടയിലേക്ക് ചെല്ലും. പക്ഷെ അവനാണ് ഇവളെ ഡിന്നറിന് വിളിച്ചത് ഒരു ഡേറ്റ് ആയിട്ടാ. അതുകൊണ്ട് ആ കാര്യം പറയുമ്പം അവള് ഡേറ്റ് അല്ലേ ഇത്, ഇവള് മത്സരത്തിൽ വിജയിച്ചോണ്ട് അതിന്റെ പ്രൈസ് ആയിട്ടുള്ള ഡിന്നറാന്ന് പറഞ്ഞ് ഇവള് തിരിച്ച് പറയുമ്പോ തന്നെ അവനാണ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇവളെ കാണുന്നത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇവളുടെ ബേസ് ആ സന്തോഷം ഇല്ലെന്ന് പറയും. ഇത് കേട്ട് അവളും, എന്റെ ബേസ് സന്തോഷമില്ലെന്ന് ആരാ പറഞ്ഞ, നീ പെട്ടെന്ന് കമ്പനി വെച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചു എല്ലാവരും കേട്ടാ നമ്മളെ കുറിച്ചൊരു സത്യമൊക്കെ അറിയത്തില്ലേ, അവിടെ കുറച്ച് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യും. ഏതായാലും ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ആ കടയിലെ ഓണറും ഹാരിയെ കണ്ടിട്ട് ഇവളുടെ കൂടെ ഇന്നൊന്ന് ആരാൻ ചോദിക്കും. കാരണം ഇവൾ എപ്പോഴും ഈ കടയിൽ വരുന്ന. അപ്പോഴാണ് അവളും കമ്പനിയിലെ ബോസാന്ന് പറയുമ്പം അവനിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്, ഇവളും ബോയ് ഫ്രണ്ടാന്ന് പറയും. അങ്ങനെ അപ്പോഴാണ് അവന്റെ ഫേസിൽ ഒരു സന്തോഷം വരുന്നത്. അതിനേശ ലേഡിയാണ് എങ്കിൽ പിന്നെ ഇവളുടെ ബോയ് ഫ്രണ്ടായിട്ട് ഒന്നുണ്ട്, ഇവൾക്ക് ഫ്രീ ആയിട്ട് ജ്യൂസ് തരാന്ന് പറയുമ്പം ഇത് കേട്ട് അവിടെ വന്നേക്കുന്ന സ്റ്റുഡൻസ് എല്ലാം എങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ജ്യൂസ് ഇല്ലെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദിക്കും. അങ്ങനെ എല്ലാരും കൂടെ ചോദിച്ചു മൊത്തം സീനാകുമ്പം ടൈമോ ആണ് എങ്കിൽ പിന്നെ സ്റ്റുഡൻസ് എല്ലാരും കേട്ടിരുന്നോ, ഇവരെനിക്ക് ഫ്രീ ആയിട്ട് ജ്യൂസ് തരുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് ഇന്ന് ചെലവ് ചെയ്യാം, അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് കഴിച്ചോ എന്ന് അവൻ പറയുന്നിട്ട് ഹാരിക്കാണ് ചിരി വരും. അതിനേശം പുറത്ത് വെച്ച് ഇവനാണ് ഇവൾ ഇപ്പോഴും ആ ചിരി ഒന്ന് നിർത്തിയില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ അവന്റെ സംസാരം കേട്ടിട്ട് ഇവൾക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയും. അതേസമയം അവനും ആ കടക്കാരിയോട് ഇവനെ ബോയ് ഫ്രണ്ടായിട്ട് പറഞ്ഞത് അവന് മൊത്തത്തിൽ ഹാപ്പി ആയി എന്ന് പറയും. ഇത് കേൾക്കുന്ന അവളും ഇവൾക്കും ഇവൻ ആ ബോയ് ഫ്രണ്ടെന്ന് പുറത്ത് പറയാതിരിക്കാനും പറ്റുന്നില്ല. പക്ഷെ പറഞ്ഞ കമ്പനി കുറെ ആവശ്യമില്ലാത്ത പ്രശ്നം വരും പറഞ്ഞ് അവൾ പറയാത്തെന്ന് പറയുമ്പോൾ അവനാണ് ഇവളെ നോക്കി ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ അടുത്തേക്ക് വരും. അങ്ങനെ അതോടെ അവൾ കണ്ണടച്ച് ഉമ്മ വയ്ക്കാൻ പോകാന്ന് പറഞ്ഞിരിക്കുമ്പം അവനാണ് ഇവളുടെ ഫേസിൽ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്ന തട്ടിക്കളയാൻ വേണ്ടി വന്നേന്ന് പറയും. പക്ഷെ ഇവളെന്തിനാ കണ്ണടച്ചെന്ന് അവൻ ചോദിക്കുമ്പം ഇവളും കണ്ണി പൊടിയെന്ന് പറഞ്ഞ് ഷമി പോയിരിക്കും. അപ്പോഴാണ് അവന് തമാശയ്ക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവളടിപ്പിച്ച് കിസ് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം അപ്പൂപ്പനാണ് ഇവന്റെ കൂടെ ഒരുമിച്ച് ആഹാരം കഴിക്കുമ്പം ഇവനൊന്നും പറയാതിരിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഗംഭീരായിട്ട് ഇപ്പൊ ബ്രേക്കപ്പ് ചെയ്തോണ്ടായിരിക്കോ മറ്റുള്ള ഡേറ്റ് ചെയ്യുന്ന കാര്യം നാണക്കേടാർന്ന് പറയാതിരിക്കുന്നെന്ന് പറഞ്ഞ് ഇങ്ങേര് കുറെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം അവ യങ്സയുടെ കസിനെ ഡേറ്റ് ചെയ്യുന്ന ഇങ്ങനെ തെറ്റിരിച്ചേക്കുന്നത്. അതേസമയം അവളുടെ കസിനാണ് സെക്രട്ടറിയുടെ വീടിന്റെ പുറത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പം പെട്ടെന്ന് യങ്സയെ കണ്ടിട്ട് ഇവൾക്കൊരു കൂട്ടുകാരോ ചോദിക്കും. അപ്പോഴാണ് യങ്സയും, നിനക്ക് കൂട്ടുകാരാനോ, പക്ഷെ നമ്മൾ തമ്മിൽ അത്രയ്ക്കും ക്ലോസ് അല്ലല്ലോ എന്ന് ഇവളും പറയുമ്പോ തന്നെ അവളാണ് ഐ ഹാവ് നോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അത് ഇവൾക്ക് അറിയത്തില്ലെന്ന് ചോദിക്കും. ഇത് കേട്ട് ഇവള് മേടിച്ചിട്ട് ശരി നീ മിണ്ടാരി എന്നിനെ കാറിന്റെ അകത്തേക്ക് കയറി ഇവളുടെ സങ്കടം എന്തോന്ന് ചോദിക്കും. അപ്പോഴാണ് കസിനും കരഞ്ഞോണ്ട് ഇവളുടെ ലവ് ലൈഫ് ഇതോടെ തീർന്നെന്ന് പറയും. ഇത് കേട്ട് യങ്സയാണ് ചുമ്മാ കരയാതെ എന്തോ സംഭവിച്ചെന്ന് അറിഞ്ഞ് അവളും ചോദിക്കുമ്പം കസിനും ഇന്നലെ രാത്രി കുടിച്ചിട്ട് അവന്റെ വീട്ടിൽ ചെന്നൊരു വലിയ സീൻ ഉണ്ടാക്കിയെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവന് ലൈൻ ക്രോസ് ചെയ്യലെന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയുമ്പം യങ്സയും ചെറിയ സംശയത്തിൽ ലൈൻ ക്രോസ് ചെയ്യലെന്ന് പറഞ്ഞു, എന്നിട്ട് എന്തോ സംഭവിച്ച എന്നിന് ഇവള് ചോദിക്കുമ്പം അവളുടെ കസിനാണ് ഇവരുടെയൊക്കെ സ്റ്റാറ്റസിലല്ല പയ്യൻ, പക്ഷെ എന്നിരുന്നാലും ആദ്യമായിട്ട് അവൻ ഇഷ്ടപ്പെട്ട്, പക്ഷെ നൗ ഗെയിം ഓവർ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അങ്ങോട്ട് ഇരിഞ്ഞ് കരയാൻ തുടങ്ങും. അങ്ങനെ അതോടെ യങ്സയ്ക്ക് എന്തോരാണെന്ന് അറിയാതെ, എടി നീ ഇങ്ങനെ കരയുന്നൊരു വ്യക്തിയാണോ, എനിക്കറിയാവുന്ന നീ ഇങ്ങനല്ലല്ലോ, എന്ത് സംഭവിച്ചാലും ധൈര്യത്തോടെ ആ നാണക്കേടൊക്കെ ഇല്ലാതാക്കുന്ന ഒരാളല്ലേ, അതുകൊണ്ട് അവനോട് ചെന്ന് സോറി അയച്ച് ഈ പ്രശ്നമൊക്കെ ഇപ്പൊ തന്നെ സോൾവ് ചെയ്താൽ മതി, പിന്നെ നിങ്ങൾ തമ്മിലുള്ള ലൈനെല്ലാം തനിയെ മാഞ്ഞു പോയിക്കോളും, ഫൈറ്റിംഗ് ഗേൾ എന്നിന് അവള് മോട്ടിവേറ്റ് ചെയ്ത് അവസാനം അവളുടെ ബോയ് ഫ്രണ്ടിനെ തന്നെ സെറ്റാക്കാൻ പറയുക. എന്നിട്ട് ഇവിടെ മിൻവോടെ ഗേൾ ഫ്രണ്ടും അവളുടെ ഫാമിലിയെ കണ്ട് ഇവൻ കല്യാണത്തിന് വെച്ച് സംസാരിക്കാൻ വേണ്ടി അവളിപ്പോ പറയാൻ വേണ്ടി വന്നയാ. പക്ഷെ അവനാണ് തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞ് അവന് പിന്നീട് ആലോചിക്കാന്ന് പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് അവളാണ് ദേഷ്യത്തി അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം യങ്സയുടെ കസിൻ നേരെ കമ്പനി സെക്രട്ടറി കാണാൻ വേണ്ടി പോകുമ്പോൾ അവനാണ് പേടിച്ച് ടേമിന്റെ ബാക്കി പതുങ്ങിയിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവനാണ് ഇവൻ ആരെ കണ്ട് പേടിക്കാൻ തിരിഞ്ഞു നോക്കുമ്പം കസിനാണ് ഇവനെ കണ്ട് അടുത്തേക്ക് ഓടിയിരും. അങ്ങനെ ടീമോ ആരാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പം അവളും പുച്ചത്തി, ഹോ നിനക്കെന്നെ അറിയത്തില്ലായിരിക്കും, കാരണം നിനക്ക് വരാൻ ഡേറ്റ് വന്ന് അവനല്ലേ, പക്ഷെ ഭാഗ്യത്തിന് നീ വരാത്തോണ്ട് എനിക്ക് അവൻ ഇഷ്ടപ്പെട്ടു എന്നിന് അവളും പറയുമ്പം ടീമോണ് ഇവിടെ എന്തോ സംഭവിക്കുന്ന പറഞ്ഞ് അവന്റെ സെക്രട്ടറി നോക്കിക്കൊണ്ടിരിക്കും. ഇതേ സമയം അവളും ഇന്നലെ കുടിച്ചിട്ട് ഇവന്റെ വീട്ടിൽ വന്നൊക്കെ തെറ്റാന്നറിഞ്ഞ് അവളിങ്ങനെ അടുത്തേക്ക് ഒന്ന് സോറിയൊക്കെ പറയാൻ നോക്കുമ്പം അവനാണ് പേടിച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് ഇരുന്ന് അവന്റെ അപ്പൂപ്പനാണ് ഈ കാര്യമെല്ലാം കേൾക്കും. അങ്ങനെ അതുകൊണ്ട് അങ്ങേര് സത്യം മനസ്സിലാക്കി, അപ്പൊ നീ അവളുടെ കൂടെ ഡേറ്റിന് പോയില്ലേ, നിനക്കാരും പോയത് നിന്റെ സെക്രട്ടറിയോ എന്നിന് അങ്ങേര് ചൂടാകുമ്പോ തന്നെ കസിനും പേടിച്ചിട്ട് സോറി ദിസ് ഈസ് ബാഡ് ടൈം, ഞാൻ അടുത്ത പ്രാവശ്യം വരാം എന്നിന് അവള് ബായ് പറഞ്ഞ രക്ഷപ്പെടും. അതിനേശം അടുത്ത സെക്കൻഡ് ടൈം അവന്റെ അപ്പൂപ്പനെ കണ്ട് പേടിച്ചിട്ട് അവന് സേഹുന്റെ പുറകെ പതുങ്ങിയിരിക്കും. അതിനേശം ലിഫ്റ്റ് വെച്ച് എന്റെ അപ്പൂപ്പനും ദേഷ്യത്തി, എടാ ടൈമു നിനക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ എങ്കിൽ പിന്നെ നീ ആരെയാ കാണുന്നത്, രാത്രി ഫുൾ നീ ഫോണിൽ പഞ്ചാരടിച്ചോണ്ടിരിക്കുന്ന ഞാൻ കാണുന്നില്ലെന്നാണ് വിചാരിച്ചത് എന്നിന് അങ്ങേര് ചോദിക്കുമ്പോ തന്നെ അവനിങ്ങനെ പറയണോ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ അതിന് മുമ്പ് അവന്റെ അപ്പൂപ്പനും ഒരു ഗംഭീരായിട്ട് നീ വീണ്ടും ഒന്ന് ഇറന്നോ എങ്കിൽ പിന്നെ അത് തന്നെ മോനെ ബെസ്റ്റ് എന്നിന് അപ്പൂപ്പൻ പറയുമ്പോ തന്നെ പെട്ടെന്ന് ലൂസ് മോഷൻ ആകും. അങ്ങനെ അതുകൊണ്ട് അടുത്ത ബാത്റൂം എവിടാന്ന് പറഞ്ഞ് പെട്ടെന്ന് ലിഫ്റ്റ് നിർത്താൻ പറയും. അതേസമയം ഇവിടെ ഹാരിയുടെ ടീം ലീഡറും ഹാരിയുടെ പ്രസന്റേഷൻ ചൂസ് ചെയ്യുമ്പം അവരുടെ ബോയ് ഫ്രണ്ടാണ് അടുത്തിരുന്ന് അങ്ങേറെ പ്രസന്റേഷൻ അപ്പൊ സെലക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞ് കുറച്ച്
കുറച്ച് വിഷമിച്ചൊക്കെ നോക്കും. അപ്പോഴാണ് ടീം ലീഡറും ഹാരിയുടെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയോണ്ട് അത് സെലക്ട് ചെയ്ത്, അല്ലാതെ നിന്റെ പ്രസന്റേഷന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവർ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുമ്പം ഇങ്ങേരാണ് സങ്കടത്തി പിന്നീട് അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച്, എന്തായാലും എന്റെ നീ സെലക്ട് ചെയ്തില്ലല്ലോ ബേബി, അതെനിക്ക് സങ്കടമായിപ്പോയി എന്നിനെ മെസ്സേജ് ഇട്ട് അടുത്ത സെക്കൻഡ് ഇവിടെ കൂടെ ജോലി ചെയ്യുന്ന വേറെ പെങ്കൊച്ചാനെ കാണും. കാരണം അങ്ങേരിട്ടത് പേഴ്സണൽ മെസ്സേജ് അല്ല, ഗ്രൂപ്പ് ചാറ്റ് ആണ്. അങ്ങനെ അതുകൊണ്ട് അവർ പെട്ടുപോയിന്നിരിക്കുമ്പോൾ മറ്റവളാണ് ഷോക്കായിട്ട്, നിങ്ങളപ്പോ സെറ്റായോ, ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചത് എന്നിന് അവള് ചോദിക്കുമ്പോ തന്നെ അങ്ങേറെ ജീവൻ മൊത്തത്തിൽ പോയി. എനിക്കിനി ഒന്നും പറയാനില്ല, ഞാൻ ബേബിന്ന് തന്നെ ടൈപ്പ് ചെയ്ത, ഞങ്ങൾ പെട്ടേന്ന് പറഞ്ഞ് അങ്ങേരപ്പ തന്നെ അവിടെ നിന്ന് സ്ഥലം വിടും. അങ്ങനെ അതിനുശേഷം ടീം ലീഡറും ഹണി എന്ന് പറഞ്ഞിങ്ങനെ പുറകെ ചെല്ലുമ്പം ഇവൾക്ക് ഇവിടെ മൊത്തത്തിൽ ഷോക്കായിരിക്കും. അതേസമയം ഇവിടെ ഹാരിയും ഇവരൊക്കെ എന്തോടെ ബേബി എന്നൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്യുന്നത് എന്നിന് അവൾ ആ മെസ്സേജ് കണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പം ടീം ലീഡറാണ് അങ്ങേറെ പുറേ ബോയ്സ് ബാത്റൂമിൽ ഓടിച്ചെന്നോണ്ടിരിക്കും. ഇത് കണ്ടിട്ട് ഇവളും അത് ബോയ്സിന്റെ ബാത്റൂമാന്ന് പറഞ്ഞ് ഇവളും പുറകെ ചെന്ന് അവരെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി നോക്കും. പക്ഷെ അവർ തമ്മി ഇപ്പൊ എല്ലാരും ഈ സത്യം എറിഞ്ഞെന്ന് പറഞ്ഞ് മൊത്തത്തിൽ ചമ്മലോടെ അവർ തമ്മി തർക്കം പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ സമയം ഹാരി ഇവരെ അവൻ തടയാൻ നോക്കുമ്പം ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഇവളെ തള്ളിവിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അതുകൊണ്ട് അവളും ഇവളുടെ ഹീൽസ് എടുത്തോണ്ട് പുറത്തേച്ചെല്ലാം നോക്കുമ്പോഴാണ് ആ സമയത്ത് ടേമുവിന്റെ അപ്പൂപ്പൻ ഇവിടെ കയറി ഇരുന്ന്. അങ്ങനെ അങ്ങേറെ ശബ്ദം കിട്ടി ഇവള് മേടിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ഇവളെ കണ്ട സീനാന്ന് പറഞ്ഞ് അവളുടെ ചെരുപ്പെടുക്കാതെ അകത്തേക്ക് കയറി അങ്ങിരിക്കും. അതിനേശം അങ്ങേരാണ് ഇത് ഹീൽസ് അല്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പം ടേമുവിന് മനസ്സിലാവും ഇവിടെ ഹാരി പെട്ട് കിടക്കുവാന്ന്. അതുകൊണ്ട് സെക്രട്ടറിയും അവനും കൂടെ കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുമ്പം അപ്പൂപ്പനാണ് ഇവിടെ ഏതോ ഒരു ലേഡി ഉണ്ടെന്ന് തോന്നുന്നത്. ഹലോ, അകത്താരോ ഉള്ളേ, ഇത് ആണുങ്ങളുടെ ബാത്റൂമാന്ന് അറിയത്തില്ലേ, പുറത്തേക്ക് ഇറങ്ങിയ എന്നിന് അങ്ങേര് വിളിക്കുമ്പം ടേമുവാണ് അറിയാതെ കയറി കാണും അപ്പൂപ്പ, നമുക്ക് വേറെ ബാത്റൂമിൽ പോവാം എന്നിട്ട് അവനും വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പം ഇങ്ങേരാണ് ദേഷ്യത്തി, അതെങ്ങനെ പോകും, നമ്മള് കറക്റ്റ് ആയിട്ട് വന്ന് ഈ ലേഡിയ തെറ്റായിട്ടുള്ള ബാത്റൂമിൽ കയറി വന്ന് മര്യാദയ്ക്ക് പുറത്തുവാ എന്നിന് ഇങ്ങേര് വിളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഹാരിയും നൈസിന് പതി ഇങ്ങനെ പുറത്തേക്ക് വരും. അതോടെ അങ്ങേരാണ് ഇവളുടെ ID കാർഡ് കണ്ടിട്ട്, ഷിൻഹാരി ഞാൻ ബാത്റൂമിൽ പോകുമ്പോല്ല നീ പ്രശ്നം ഉണ്ടാക്കുവാണല്ലേ, ഈ തവണ എന്തോടി നീ പ്ലാൻ ചെയ്ത എന്നിന് അങ്ങേര് ചോദിക്കുമ്പം അവളാണ് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞ് സോറി പറയും. അതിനേശം അങ്ങേരും ഇവളോട് തർക്കിക്കാൻ നോക്കിയാലും ഇപ്പൊ അർജന്റ് ആയതുകൊണ്ട് ഇവളിപ്പോ പുറത്തേക്ക് പോകാൻ പറയും. അതിനേശം ഇവള് ടേമുവിനെ കണ്ട് മൊത്തം നാണം കെട്ട് അവളെ ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.